കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ പാദത്തിലെ സാബത്ത് സ്കൂൾ പാഠപഠനം ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്ത്യകാലഘട്ടത്തിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടുന്നതും നാം പ്രവർത്തിക്കേണ്ടുന്നതുമായ ഒരു പാഠഭാഗമാണ്. വൻ പോരാട്ടം എന്ന ഈ പാഠഭാഗം ഈ പാദത്തിൽ മുഴുവനും ഹോപ്പ് ചാനലിൻ്റെ മലയാളം സാബത്ത് സ്കൂൾ പ്രോഗ്രാമുമായി ചേർന്ന് പഠിക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദൈവം ഈ പഠനത്തിലൂടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ഒരു പുതിയ ക്വാർട്ടർ പഠനമാണ് ആരംഭിക്കുന്നത്. നാം ഈ ക്വാർട്ടറിലുടനീളം പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത് വൻ പോരാട്ടം എന്നുള്ളതായ പ്രമാദമായ ഒരു വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും ഞങ്ങളോടൊപ്പം പഠിക്കുവാൻ ദൈവനാമത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഇന്നത്തെ പാഠം ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പമുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയൻ്റെ മിനിസ്റ്റീരിയൽ ഡയറക്ടറായി പ്രവർത്തിക്കുന്നതായ പാസ്റ്റർ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് ഞങ്ങളോടൊപ്പമുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി പാസ്റ്റർ. അതുപോലെ പാസ്റ്റർ VM ജോസഫ് ഇന്ന് ഞങ്ങളോടൊപ്പമുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററിൻ്റെ സുവിശേഷ വേലയിലുള്ള ആ സുദീർഘമായ പ്രവർത്തനവും പരിചയവും അതുപോലെ ദൈവവചനത്തിലുള്ളതായ പരിജ്ഞാനവും ഞങ്ങൾക്ക് അത് പ്രയോജനകരമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പാസ്റ്ററേയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുക. ഇന്ന് നാം ചർച്ച ചെയ്യാൻ തക്കവണ്ണം പോകുന്നത് ഒന്നാമത്തെ പാഠമാണ്. എല്ലാ യുദ്ധങ്ങൾക്കും പിന്നിലെ യുദ്ധം. ഒരുപക്ഷെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ തക്കവണ്ണം കഴിയാത്തതായ ഒരു യുദ്ധത്തിൽ നാം എല്ലാവരും പങ്കാളികളാണ് എന്ന് ഈ പാഠത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ്. വൻ പോരാട്ടം എന്നുള്ളത് ലോകാരംഭം മുതൽ കർത്താവ് യേശു ക്രിസ്തു വരും വരെയും ഉള്ളതും കർത്താവിനെ അനുസരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ എല്ലാവരും അതിൽ പൂർണ്ണമായും പങ്കാളികളാകേണ്ടതുമായ ഒരു യുദ്ധമാണ് ഈ വൻ പോരാട്ടം എന്ന് പറയുന്നത്. ഈ ആഴ്ചയിൽ നാം പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും സ്വർഗത്തിൽ നടന്നതായ യുദ്ധത്തെക്കുറിച്ചാണ്. പാപത്തിൻ്റെ ഉത്ഭവവും പാപകാരണം എന്താണ് എന്നും ആ പാപത്തെ എങ്ങനെ നിവാരണം ചെയ്യാം എന്നും ഉള്ളതായ കാര്യങ്ങളൊക്കെയും നാം ഈ ക്വാർട്ടറിൽ പഠിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. ഇന്നത്തെ പാഠത്തിൽ നമുക്ക് മനഃപ്പാഠമായി വാക്യമായി നൽകിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളാണ്. പിന്നെ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. പാസ്റ്റർ ബിനോയ്, നാം വേദപുസ്തകം പരിശോധിക്കുന്നതായ സമയത്ത് ക്രിസ്തീയ ചരിത്രത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലം മുതൽ നാം ഇന്ന് ജീവിക്കുന്നതായ ഈ കാലഘട്ടം വരെയും ഒരു പോരാട്ടം ക്രൈസ്തവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാഹ്യമായി ഉള്ളതായ ഒരു പോരാട്ടത്തെക്കുറിച്ചല്ല നാം സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നടക്കുന്നതായ പോരാട്ടം, സത്യത്തിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതായ പോരാട്ടം, ആ പോരാട്ടത്തെക്കുറിച്ചാണ് നാം വേദപുസ്തക ചരിത്രം പഠിക്കുന്നതായ സമയത്ത് ആദിമ നൂറ്റാണ്ട് മുതൽ നവോത്ഥാന കാലഘട്ടത്തിലും തുടർന്ന് സഭകളുടെ രൂപീകരണത്തിലും സത്യം മറ്റുള്ളവരോട് അറിയിക്കുവാൻ തക്കവണ്ണം ദൈവം ആഹ്വാനപ്പെടുന്നതായ കാലഘട്ടങ്ങളിലൊക്കെയും ഈ ഒരു പ്രവണത ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ പാഠത്തിൻ്റെ ആമുഖമായി നമ്മോട് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. സ്വർഗം ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതായ ഒരു സ്ഥലമാണ്. ഈ സ്വർഗത്തിൽ എങ്ങനെയാണ് യുദ്ധമുണ്ടാകുന്നത്? അത് സാധ്യമായ കാര്യമാണ്? തീർച്ചയായിട്ടും സ്വർഗത്തിൽ യുദ്ധമുണ്ടായി എന്ന് ബൈബിൾ പറയുകയാണ്. നമ്മൾ വായിച്ച വാക്യത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. അവിടെ യുദ്ധമുണ്ടായിരിക്കുന്നത് സാത്താനും അവൻ്റെ ദൂതന്മാരും മിഖായേലിനോട് യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. മിഖായേൽ എന്ന് വെച്ചാൽ ദ വൺ ഹൂ ഈസ് ലൈക്ക് ദ മോസ്റ്റ് ഹൈ, ദൈവത്തിന് തുല്യനായവനോട്, ദൈവത്തിനോട് യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. ബൈബിൾ എങ്ങനെയാണ് തിന്മ ഉണ്ടായതെന്ന് വിവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എങ്ങനെയാണ് തിന്മ? അത് ഒരു വ്യക്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഞാനാണ് വലുത് എന്നുള്ളൊരു ഭാവമുണ്ടാകുമ്പോൾ, എല്ലാത്തിനേക്കാളിലും വലിയവനായി മാറണമെന്നുള്ള ചിന്ത വന്നപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനം എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ്
ഈ വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ തിന്മയുടെ തുടക്കം എന്ന് പറയുന്നത് ഈ ചിന്തയിൽ നിന്നാണ്? പാസ്റ്റർ ജോസഫ്, എല്ലാ മതത്തിലും ഈ നന്മ തിന്മ എന്നുള്ളതായ ഒരു കൺസെപ്റ്റ് ഉണ്ട്. നന്മ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതും തിന്മ ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ഈ തിന്മ എന്താണെന്നും അതിൻ്റെ ഉറവിടം എന്താണ് എന്നും വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണിക്കുവാൻ തക്കോണം ശ്രമിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. പ്രത്യേകിച്ച് യെഹെസ്കേലിൻ്റെ പ്രവചനം 28-ാം അധ്യായവും യെശയ്യാവിൻ്റെ പ്രവചനം 24-ാം അധ്യായത്തിലുമൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശം നടത്തുന്നുണ്ട്. എന്താണ് വാസ്തവത്തിൽ ഈ തിന്മ, അല്ലെങ്കിൽ തിന്മയുടെ പ്രഭവ കേന്ദ്രം എന്താണ്? പിന്നെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന യെഹെസ്കേൽ പറയുന്നത് 28-ാം അധ്യായത്തിൽ വായിക്കുന്നത് നീ മാതൃകാ മുദ്രയാകുന്നു എന്നാണ്. ഇപ്പോൾ സോർ രാജാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സാത്താനെ ചിത്രീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സാത്താൻ എന്ന് പറഞ്ഞാൽ ദൈവം സാത്താനെ സൃഷ്ടിച്ചില്ല. എന്നാൽ സ്വർഗത്തിലെ ദൂതശ്രേഷ്ഠനായിരുന്ന ലൂസിഫർ, അവൻ ദൈവത്തോട് പാസ്റ്റർ വിനോയ് സൂചിപ്പിച്ച പോലെ ദൈവത്തിൻ്റെ ആ അധീശത്വത്തെ ചോദ്യം ചെയ്യുവാൻ തീരുമാനിച്ചുകൊണ്ട് ദൈവത്തോടാണ് യുദ്ധം പറയുന്നത്. അത് ആശയപരമായ യുദ്ധമാണ്. കർത്താവിൻ്റെ യേശു ക്രിസ്തുവിനോടുള്ള ആ ജലസി, അല്ലെങ്കിൽ ആ വൈരാഗ്യ മനോഭാവം, അസൂയ, അത് മുഖാന്തരമാണ് അവൻ്റെ ഉള്ളിൽ ഈ ഗർവം കടന്നുകൊണ്ട്. അപ്പം നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു അവനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നീതികേട് കാണുന്നവരെ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ആ നടപ്പിൽ നിഷ്കളങ്കത്വം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിച്ചെന്നാണ് തിരുവനന്തപുരത്ത് പഠിക്കുന്നത്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു, ജാതികളെ താഴ്ചകൾ നീ എങ്ങനെ ഈ ഭൂമിയിലേക്ക് വരേണ്ടി വന്നു എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ അരുണോദയപുത്രനായ ശുക്ര എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൂസിഫറിന് തന്നെയാണ്. ദൗ ആർ ലൂസിഫർ എന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകം വായിക്കുന്നത്. അപ്പോൾ ആ ലൂസിഫർ ഈ ഭൂമിയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടെന്ന് പറയാൻ സ്വർഗത്തോട് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ദൈവത്തിന് പാപത്തെയും വെച്ചു ഉറപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് അവന് തള്ളിക്കളഞ്ഞു. അങ്ങനെ അവൻ ഭൂമിയിലേക്ക് വന്നു എന്നാണ് തിരുവനന്തപുരത്ത് പഠിക്കുന്നത്. അപ്പോൾ അവിടെയും അവന് ഈ നവരത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവനായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവിധ സ്വഭാവ സവിശേഷതകളുള്ള ഒരു വ്യക്തിയായിരുന്നു ലൂസിഫർ. ആ ലൂസിഫറിൻ്റെ ഉള്ളിൽ അവൻ ഞാൻ എന്നുള്ള ഭാവം കടന്നു. അവൻ പറയുന്നത്, ഞാൻ മേഘങ്ങൾക്ക് മീതെ കയറും, ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിന് സിംഹാസനം മീതെ വയ്ക്കും, ഞാൻ അത്തിനോട് സമനാകും. അപ്പോൾ ഇങ്ങനെ ഞാൻ എന്നുള്ള ഭാവം, ആ ഭാവം അവൻ്റെ ഉള്ളിൽ കടന്നു വിട്ടു ഗർവിഷ്ഠനായി മാറി. ആ ഗൗരവ മുഖാന്തരമാണ് അവൻ പാപം ചെയ്യേണ്ടി വന്നതും സ്വർഗത്തിൽ തള്ളപ്പെടേണ്ടി വന്നതും എന്നാണ് തിരുവനന്തപുരം വായിക്കുന്നത്. പാസ്റ്റർ ബിനോയ്, വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയിലാണ് പാപം ഉണ്ടായതായിട്ട് വേദപുസ്തകം പറയുന്നത്. അതും സ്വർഗത്തിൽ ഉണ്ടായിരുന്നതായ ഒരു വ്യക്തിയിൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽപ്പെട്ടതായ ഒരു വ്യക്തിയാണ്. നാം വേദപുസ്തകം പരിശോധിക്കുന്നതായ സമയത്ത് ഈ വ്യക്തി ദൈവത്തിൻ്റെ സിംഹാസനത്തോട് ചേർന്ന് നിന്നതായ ഒരു പ്രധാന ദൂതനായിരുന്നുവെന്നും ആ ദൂതൻ ദൈവത്തേക്കാൾ വലുതാകുവാൻ തക്കോണം ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവം തന്നെ നൽകിയതായ തിരഞ്ഞെടുപ്പിൻ സ്വാതന്ത്ര്യം ആണ് അവിടെ ഈ ഗർവം ഉണ്ടാകുവാനുള്ളതായ കാരണമായി പറയുന്നത്. എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിൻ സ്വാതന്ത്ര്യം അത് പാപകാരണത്തിന് വഴിതെളിച്ചത്? യഥാർത്ഥത്തിൽ ഈ ലൂസിഫർ എന്ന് പറയുന്ന ദൂതൻ പാപം ചെയ്ത ശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പം ആയ പാമ്പിനെ തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ ഒരു പേരാണ്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന. അദ്ദേഹത്തിൻ്റെ രൂപമാറ്റം തെറ്റിച്ച് കളയുക, അതാണ് അതിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത്. ചിന്തിക്കാനും തീരുമാനമെടുക്കുവാനുള്ള കഴിവാണ്. ദൈവം പറയുന്നു, ഞാൻ മനുഷ്യനെ അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. സാദൃശ്യത്തിലും സ്വരൂപത്തിലും. അപ്പോൾ പാസ്റ്റർ ബിനോയ്, ഒരു ചെറിയ ബ്രേക്കിൻ്റെ സമയമാണ്. ബ്രേക്കിന് ശേഷം നമുക്ക് ചർച്ച തുടരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരുന്നു. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, നേരത്തെ തിരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതിൻ്റെ പേരിലാണ് ലൂസിഫറിൽ പാപം ഉണ്ടായതെന്നും പാസ്റ്റർ പറഞ്ഞ വേളയിൽ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളഞ്ഞ പാമ്പിനെ കുറിച്ച് പറയുകയുണ്ടായി. എന്താണ് അത്? തുടർന്ന് ബാക്കി കേൾക്കുവാൻ ആഗ്രഹിക്കും. തീർച്ചയായിട്ടും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. ഈ സാദൃശ്യവും സ്വരൂപവും ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യന് നൽകുന്നുണ്ട്. മറ്റു മൃഗങ്ങളിൽ നിന്ന്, മറ്റ് സൃഷ്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തത എന്ന് പറയുന്നത് ചിന്തിക്കാനും തീരുമാനമെടുക്കാനുമുള്ള മനുഷ്യൻ്റെ കഴിവാണ്. ദൈവം മനുഷ്യനെ യാന്ത്രികമായി യന്ത്രങ്ങളെപ്പോലെ റോബോട്ടുകളായിട്ടല്ല സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലും ആ സ്വഭാവമുണ്ടായിരുന്നു, ചിന്തിക്കാനും തീരുമാനമെടുക്കാനും. അതുകൊണ്ടാണ് ലൂസിഫറിന് അപ്രകാരം ചിന്തിക്കാനായിട്ട് തോന്നിയത്.
എനിക്ക് ഈ സ്ഥാനം കിട്ടിയാൽ എന്താണ് എന്ന് തോന്നുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ സ്നേഹത്തോട് റെസ്പോണ്ട് ചെയ്യണമായിരുന്നു. എപ്പോഴും സ്വർഗത്തിലും ഉള്ള ദൂതന്മാരും ദൈവത്തിൻ്റെ സ്നേഹത്തോട് പ്രതികരിക്കണമായിരുന്നു, റെസ്പോണ്ട് ചെയ്യണമായിരുന്നു. ഇവിടെ ലൂസിഫർ റെസ്പോണ്ടിന് ചെയ്യുന്നതിന് പകരം പ്രതികരിക്കുകയാണ്, പ്രതിപ്രവർത്തനം നടത്തുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനെ പോലെ ആയിത്തീരണം എന്നുള്ളതാണ്. ആ സമയത്ത് ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്നും പറഞ്ഞയക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവം പല വഴികൾ, അവസരങ്ങൾ കൊടുക്കുമ്പോഴും അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം റിയാക്ട് ചെയ്യാനാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് അവിടെ പാപം ഉണ്ടാകുകയും അദ്ദേഹത്തിന് പാമ്പ് ഭൂതലത്തെ തെറ്റിച്ച് കളയുന്ന, ദൈവത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്ന, ദൈവത്തോട് മത്സര സ്വഭാവമുള്ള ഒരു വ്യക്തിയായി പരിണമിക്കാനുള്ള കാരണം. പാസ്റ്റർ ജോസഫ്, പിശാചിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചാണ് പറഞ്ഞത്. വേദപുസ്തകത്തിൽ പറയുന്നത് സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. യുദ്ധം സ്വാഭാവികമായിട്ടും നേർക്കുനേർ കൊമ്പ് കോർക്കുന്നതായ ഒരു അനുഭവമാണ് നമുക്കറിയാവുന്നത്. യുദ്ധം എന്ന് പറയുന്നത് അതിൽ കായിക അഭ്യാസങ്ങളുണ്ട്, അതിൽ മുറിവേൽക്കും, കീഴ്പ്പെടുത്തുക, തോൽപ്പിക്കുക, കൊല്ലുക, ഇതൊക്കെ സാധാരണ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ യുദ്ധത്തിൽ ഇങ്ങനെയുള്ളതായ ശാരീരിക പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു? ഭൗതികമായ യാതൊരു പ്രകടനങ്ങളും ഇവിടെ ഉണ്ടായില്ല. കാരണം സ്വർഗത്തിലാണ് സംഭവിക്കുന്നത്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് തൊട്ട് നിന്നാണ് ലൂസിഫർ ദൈവത്തോട് ഈ ആശയപരമായ സംഘടന അല്ലെങ്കിൽ ഒരു മത്സരം പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായത്. അപ്പോൾ വേദപുസ്തകം പറയുന്നത് അവനെ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ദൈവം അവനെ നശിപ്പിച്ചില്ല. പാപത്തെ ദൈവത്തിന് ഇഷ്ടമല്ല എങ്കിലും പാപിയെ നശിപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമില്ല. ദൈവം വീണ്ടും അവന് മാനസാന്തരപ്പെടാനുള്ള അവസരം കൊടുക്കുക. അതുകൊണ്ട് അവനെ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അവൻ എപ്പോഴും മാനസാന്തരപ്പെട്ട് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിന് യേശു ക്രിസ്തു മരിക്കുന്ന വരെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. എന്നാൽ നാം തിരുവനന്തപുരത്ത് വായിക്കുന്നത് അവൻ്റെ നക്ഷത്രങ്ങളിൽ 3-1 അവൻ്റെ വാൽ കൊണ്ട് വലിച്ചു കൂട്ടി അവയുമായിട്ട് ഒന്നിച്ചു പോകുന്നതാണ് വായിക്കുന്നത്. സ്വർഗത്തിലുണ്ടായിരുന്നതായ ദൂതന്മാരിൽ 3-1 ഭാഗത്തെ അവൻ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതൊരു ഭൗതികമായ യുദ്ധമായതിൽ, രക്തചൊല്ലത്തിലുണ്ടാകുന്ന യുദ്ധമായിരുന്നില്ല, ആശയ സംഘടനമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിലുള്ള മത്സരമായിരുന്നു. ആ മത്സരത്തെ മനുഷ്യന് മനസ്സിലാക്കത്തക്ക വിധം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുക. അതുകൊണ്ടാണ് യുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളതായ ഒരു യുദ്ധത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. പാസ്റ്റർ ബിനോയ്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്നാണ് വേദപുസ്തകം പറയുന്നത്. സാത്താനെ അവൻ പാപം ചെയ്തതായ മാത്രയിൽ തന്നെ ഭൂമിയിലേക്ക്, അഥവാ ഇന്ന് നാം വസിക്കുന്നതായ ഈ പ്രതലത്തിലേക്കാണോ സാത്താനെ തള്ളിയിട്ടത്? തീർച്ചയായിട്ടും ഭൂമിയിലേക്ക് തള്ളിയിട്ടു എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ചോദ്യത്തിൽ ഉള്ള ഒരു ദ്യോതകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൂസിഫറിൻ്റെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് മനുഷ്യനെ തെറ്റിക്കാനുള്ള ഒരു പർപ്പസോടുകൂടി വന്നോ എന്നുള്ളതാണ് ചോദ്യത്തിന് പിന്നിലെ ആശയം. യഥാർത്ഥത്തിൽ പിശാചിന് അല്ലെങ്കിൽ ലൂസിഫറിന് അങ്ങനെ ഒരു പർപ്പസിലൂടെ അല്ല വന്നത്. കാരണം സ്വർഗം മലിനപ്പെടുത്താനും സ്വർഗം ആ അവസ്ഥയിൽ തുടരാനും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ദൈവം സാത്താനെയും ദൂതന്മാരെയും ഭൂമിയിലേക്ക് തള്ളിയിടുകയാണ് ഉണ്ടായത്. ഇവിടെ വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും കൂടെ ദൈവത്തിന് എതിരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അദ്ദേഹം മനുഷ്യനെ തെറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മനുഷ്യൻ്റെ അടുത്ത് വന്ന് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പറഞ്ഞ് അവരെ കൂടെ ഈ തെറ്റിലേക്ക് കൊണ്ടുവരികയാണ് സാത്താൻ ചെയ്തത്. സിസ്റ്റർ എലൻ ജി വൈറ്റ് എഴുതിയതായ പുസ്തകം, അഥവാ പ്രവാചകന്മാരും ഗോത്രപിതാക്കന്മാരും എന്നുള്ളതായ പുസ്തകത്തിൽ പറയുന്നത്, ദൈവം സൃഷ്ടിച്ചതായ മറ്റ് ഗോളങ്ങളിലും സാത്താൻ പോയിരുന്നു, അവരെയൊക്കെ പരീക്ഷിച്ച് വീഴ്ത്തുവാൻ തക്കവണ്ണം ശ്രമിച്ചിരുന്നു. പക്ഷെ അവരാരും എന്ത് ചെയ്തിരുന്നില്ല, വീണില്ല. ഈ ഭൂമിയിൽ വന്ന് സാത്താൻ മനുഷ്യരെ ആ ഒരൊറ്റ വട്ടം, അഥവാ മറ്റു ഗോളങ്ങളിലുള്ളതായ ജീവികളെ പരീക്ഷിച്ചതുപോലെ ആകെ ഒരൊറ്റ വട്ടം പരീക്ഷിക്കുമായിരുന്നു. അവർ ആ പരീക്ഷയിൽ ജയിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമിയും പാപത്തിൽ നിന്ന് വിമുക്തരായി ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുമായിരുന്നു എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ പൂർവ്വ പിതാക്കൾക്ക് അവർക്ക് ആ ഒരൊറ്റ വട്ടത്തിലുള്ളതായ ആ ഒരു ടെംപ്റ്റേഷനെ അതിജീവിക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല. ദൈവം തിരഞ്ഞെടുപ്പിന് ശക്തി കൊടുത്തിരുന്നു. പാസ്റ്റർ, ഈ തിരഞ്ഞെടുപ്പിൻ്റെ അധികാരം അല്ലെങ്കിൽ ആ ശക്തി പാപം ചെയ്യാനുള്ളതായ ഒരു സ്വാതന്ത്ര്യമായി അതിന് എന്ത് പങ്കാണ് വഹിച്ചത്?
പാസ്റ്റർ വിനോദ് സൂചിപ്പിച്ച പോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. അപ്പോൾ ദൈവ സ്വഭാവമാണ് അതിലുണ്ടായിരുന്നത്, പ്രതിഫലിച്ചിരുന്നത്. പക്ഷേ അവർക്ക് പാപം ചെയ്യാനുള്ള പ്രവണത അവരുടെ ഒരു വിധത്തിലും ഉണ്ടായിരുന്നില്ല. ആ വിധത്തിൽ ദൈവം സമ്പൂർണ്ണമായി മനുഷ്യനെ സൃഷ്ടിച്ചു. പാപം ചെയ്ത് അവൻ മരണപ്പെടണം ദൈവം ആഗ്രഹിച്ചിരുന്നുമില്ല. എന്നാൽ സാത്താൻ വന്ന് അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച്, മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച് തന്ത്രപരമായി പ്രവർത്തിച്ചാണ് അവനെ കൊണ്ട് പാപം ചെയ്യിച്ചത്. ഇപ്പോൾ കൽപ്പനാലംഘനം പാപം എന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ദൈവകൽപ്പന പറഞ്ഞിരുന്നത് തോട്ടത്തിൻ്റെ നടുവിൽ വൃക്ഷത്തിന് ഫലം തിന്നരുത്, തൊടുകയും വരുന്നത് തിന്നരുത് പറഞ്ഞിരുന്നു. ആ പ്രദേശം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞാൽ അത് മാത്രം വിലക്കിയിരുന്നുള്ളൂ. പക്ഷേ മനുഷ്യൻ അത് തെറ്റിച്ചിട്ട് അത് പോയി പറിച്ചു തിന്ന് അവന് പാപിയായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ പാപികളുടെ പ്രവണത, ആ പ്രവണത ഉണ്ടാക്കുകയാണ് സാത്താൻ ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് അവർ പാപം ചെയ്യേണ്ടി വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാസ്റ്റർ ബിനോയ്, മനുഷ്യർ പാപം ചെയ്തു. പാപം ചെയ്തിട്ട് ആ മനുഷ്യരെ പാപികളായി വിട്ടുകളയാതെ ദൈവം അവരെ രക്ഷിക്കാനുള്ളതായ മാർഗങ്ങൾ ചെയ്തു എന്ന് നാം ഇന്ന് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു വന്നത്. എന്നാൽ പാപം ഡയറക്റ്റായി അല്ലെങ്കിൽ ആദ്യമായി പാപം ചെയ്തതായ നമ്മുടെ മാതാപിതാക്കൾക്ക് ദൈവം എന്ത് വാഗ്ദത്തമാണ് നൽകിയത്? തീർച്ചയായിട്ടും എന്തുകൊണ്ട് അവർ പാപത്തിൻ്റെ ആ ഭാഗം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കണ്ണ് തുറക്കും, ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു ഫീലിംഗ്, അവരൊരു പുതിയ കാഴ്ച കാണുന്നത് പോലെയായിരുന്നു. അത് ചെയ്യുമ്പോൾ അവർ ത്രിൽഡായെന്നാണ് പറയുന്നത്. ഒരു പുതിയ അറിയാത്തതെന്തോ ഒന്ന് നിന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു എന്നുള്ള ഫീലിംഗ് കൊടുത്തിട്ടാണ് ഇവരെ തെറ്റിലേക്ക് വീഴ്ത്തുന്നത്. അപ്പോൾ പാപത്തിന് ശേഷം ദൈവം കൊടുത്ത ഉറപ്പ് ഉൽപ്പത്തി 3:15 കാണുന്നത്. ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും എന്നതാണ് യഥാർത്ഥത്തിൽ ആ വാക്ക്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്ഷാപദ്ധതിയുടെ ഭാഗമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് ഈ തെറ്റ് ചെയ്ത മനുഷ്യൻ്റെ പാപം, തെറ്റിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് ഞാൻ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാം എന്നുള്ളതാണ്. ഒരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായി പ്രിയ ദൈവമക്കളെ, വീണ്ടും നിങ്ങളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ജോസഫ്, നമ്മുടെ ആദിമ മാതാപിതാക്കൾ എങ്ങനെ വീണുവെന്നും അവരുടെ വീഴ്ചയുടെ കാരണം എന്താണെന്നും ഒക്കെയാണ് നാം പഠിച്ചത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് വാഗ്ദത്തം നൽകുകയും ആ വാഗ്ദത്തം നിറവേറ്റുവാൻ കർത്താവായ യേശു ക്രിസ്തു വരികയും ചെയ്തു എന്ന് നാം വേദപുസ്തകത്തിലൂടെ വിശ്വാസത്താൽ നാം മനസ്സിലാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നമുക്ക് ഈ പാപത്തിൽ നിന്നുള്ളതായ വിമുക്തിക്കായി എന്താണ് നൽകിയത്? ഇപ്പോൾ വായിച്ചു കേട്ടത് തന്നെ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 3:15 പഠിപ്പിക്കുന്നത്. അത് നാം മനസ്സിലാക്കുമ്പോൾ കർത്താവിന് യേശു ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ജനിക്കേണ്ടത് ആവശ്യമായിരുന്നു. കർത്താവ് ജനിച്ചു ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പാപത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് വന്നതെന്ന് മനസ്സിലാക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണം, ക്രൂശിലെ മരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. സോ ഹീ ഗേവ് ഹിസ് അവർ റാൻസം ഫോർ അസ്. അവൻ നമുക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പ് വില കൊടുത്തു കർത്താവ്. ആ വീണ്ടെടുപ്പ് വില കൊടുത്തതിലൂടെ കർത്താവിൻ്റെ രാജ്യത്ത് മോഹരക്കരാതിൽ യോഗ്യത നമുക്കുള്ളവരായി നമ്മൾ മാറ്റിയെത്തിയിരിക്കുന്നത്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി നൽകിയത് ആ ഏറ്റവും വലിയ വിലയാണ്. നമുക്ക് സ്വന്തമായി നൽകാൻ കഴിയാത്തത് കർത്താവായ യേശു ക്രിസ്തുവിന് നൽകുവാൻ തക്കവണ്ണം സാധിച്ചു. പാസ്റ്റർ ബിനോയ്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അഥവാ ദൈവത്തെക്കുറിച്ച് സാത്താന് ഒട്ടനവധി ആരോപണങ്ങളുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലൂടെ ആ ചോദ്യങ്ങൾക്ക് അല്ല ആരോപണങ്ങൾക്ക് എപ്രകാരമാണ് മറുപടി നൽകി? തീർച്ചയായിട്ടും ദൈവം പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല, എല്ലാം അവനാൽ ഉളവായിട്ടിരിക്കും. അവൻ സൃഷ്ടിതാവായിട്ടുള്ള ദൈവമാണ്. ദൈവം സ്നേഹവാനല്ല, ദൈവം ക്രൂരനാണ്, ദൈവം മനുഷ്യത്വമില്ലാത്തവനാണ് എന്നാണ് സാത്താൻ പറയാനായിട്ട് ശ്രമിച്ചത്. ഇവിടെ യെശയ്യാവിൻ്റെ പുസ്തകം 53:1-5 വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ സ്വഭാവം, മനുഷ്യന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവിടെ പറയുന്നു. അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകൾ ചുമന്നു. നാമോ അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു. അവൻ അതിക്രമങ്ങളാൽ മുറിവേറ്റു, അവൻ്റെ ഹൃദയം തകർന്നുമിരിക്കുന്നു. അവൻ നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ ഏറ്റു എന്നാണ് പറയുന്നത്. സാത്താൻ പറഞ്ഞത് ദൈവം സ്നേഹമില്ലാത്ത അല്ലെങ്കിൽ ഏകാധിപത്യ പ്രവണതയുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഉള്ള രീതിയിലാണ് തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചത്. ഇവിടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട്
മനുഷ്യനെ സഹായിക്കുന്ന ആളായിട്ട് പറഞ്ഞുകൊണ്ടാണ് സാത്താൻ്റെ ആ തെറ്റിന് ക്രിസ്തുവിൻ്റെ ഉത്തരം പ്രായോഗികമായിരുന്നു, മാതൃകാപരമായിരുന്നു, ക്രിസ്തുവിൻ്റെ ജീവിതം കൊണ്ടാണ് കാണിച്ചത്. പാസ്റ്റർ ജോസഫ്, പാസ്റ്റർ ബിനോയ് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു സകലത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു, എന്നിട്ടും പാപം ചെയ്യാതെ ജീവിച്ചു. ഇത് നമുക്ക് എന്ത് പ്രചോദനമാണ് പാപികളായ നമുക്ക് നൽകുന്നത്? പാപികളായ നമുക്കും പാപം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കുമെന്നാണ് കർത്താവിൻ്റെ ജീവിതം കൊണ്ട് അവൻ തെളിയിച്ചത്. നമ്മുടെ പാപത്തിൻ്റെ വില കർത്താവിൻ്റെ മേൽ ദൈവം ചുമത്തി എന്നാണ് ജീവിതത്തിൽ പഠിക്കുന്നത്. അപ്പോൾ നാം വഹിക്കേണ്ടിരുന്ന പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് പാപരഹിതമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. കർത്താവ് അത് ലോകത്തിന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായ അവതരിച്ചതിന് കാരണം അതാണ്. ഒരു മനുഷ്യനായി ജീവിച്ചുകൊണ്ട് ദൈവകൽപ്പന ലംഘിക്കാതെ അല്ലെങ്കിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കും എന്ന് കർത്താവ് ലോകത്തിന് കാണിച്ചു കൊടുത്തു. അപ്പം നമുക്കും അത് സാധിക്കും എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത്. ഇന്ന് പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതായ ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പ്രധാനമായും പാപം ചെയ്യാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് കടന്നു വന്നത്. പാസ്റ്റർ ബിനോയ്, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 26 വരെയുള്ളതായ വാക്യങ്ങളിൽ നന്മയും തിന്മയും തമ്മിലുള്ളതായ പോരാട്ടത്തിൽ ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. എന്താണ് അവിടെ അതിനെക്കുറിച്ച് പറയുന്നത്? നമ്മൾ പിതാവിൻ്റെ മഹത്വം കാണണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണണം. ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കണം. കർത്താവിൻ്റെ കൂടെ എന്നും താമസിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ എല്ലാ നാമത്തിനും മേലായ നാമമാണ്. മനുഷ്യനെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ ചേതോവികാരം അവൻ്റെ സൃഷ്ടിജാലങ്ങളോടുള്ള സ്നേഹമാണ്, നിർവ്യാജ്യമായ സ്നേഹമാണ്. അതുകൊണ്ട് അവൻ പാപത്തിൽ നിന്ന് സങ്കടത്തെ അവൻ സന്തോഷമാക്കി, ഭയത്തിന് പകരം സമാധാനം നൽകി, അവൻ പാപത്തിന് കുറ്റബോധത്തിന് പകരം ക്ഷമ നമുക്ക് നൽകി, നമ്മുടെ സങ്കടത്തിന് ഒറ്റപ്പെടലിന് അവൻ നമുക്ക് ശക്തി നൽകി എന്ന് ഈ വാക്യം നമ്മളോട് പറയുകയാണ്. പാസ്റ്റർ ജോസഫ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി അത് നമുക്ക് മാതൃകപരമായി തീരേണ്ടതിനാണ് ആക്കിയിരിക്കുന്നത്. പാപം ചെയ്തതായാൽ പാപത്തിൻ്റെ കാരണഭൂതനായിരിക്കുന്നതായ പിശാചിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നമുക്ക് പിശാചിൻ്റെ ആരോപണങ്ങൾ തെറ്റാണ് എന്നും അത് അടിസ്ഥാനരഹിതമാണ് എന്നും കാണിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഇതെല്ലാം വരച്ച് കാണിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തൻ്റെ മരണം വരിക്കുന്നതായ സമയത്ത് പൂർത്തിയായി എന്ന് ഉച്ചരിക്കുകയുണ്ടായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇവിടെ സ്വർഗത്തിലെ ദൈവം നാം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വായിച്ച് ആ രക്ഷകനെ വാഗ്ദാനം ചെയ്തപ്പോൾ മുതൽ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് സ്വർഗത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ ഏറ്റെടുക്കുക അതായിരുന്നു കർത്താവിൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറപടിയായി കർത്താവ് ക്രൂശിൽ നിർവഹിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭൂമിയിൽ സാത്താൻ്റെ പോരാട്ടം അവസാനിക്കുന്നു. അത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്നത് നമുക്കതും ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പം അങ്ങനെ പാപത്തിനോട് ബന്ധപ്പെട്ട എല്ലാത്തിനും ഒരു അന്ത്യം വരുത്തുക, യേശുക്രിസ്തു പിതാവ് ഏൽപ്പിച്ചു വിട്ട ആ ദൗത്യം കർത്താവ് പൂർത്തീകരിച്ചു. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് കർത്താവ് പറഞ്ഞത്. ഇത് നിവൃത്തിയായി എന്ന് പറഞ്ഞതിന് കാരണം അതാണ്. പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം കാണുന്നത് നാം ഉൾപ്പെട്ടിരിക്കുന്നതായ ഈ വൻ പോരാട്ടത്തിൽ നമ്മേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ് എന്ന് കാണുവാൻ തക്കോണം സാധിക്കും. ഇന്ന് ഈ വൻ പോരാട്ടത്തിൻ്റെ അവസാന നാഴികയിലേക്ക് നാം കടക്കുമ്പോൾ ഒരു പക്ഷേ കർത്താവ് യേശുക്രിസ്തു വരാൻ താമസിച്ചാൽ പോലും നാം അധികമായി ചെയ്യുന്നതിന് പകരം കർത്താവ് വച്ചിട്ട് പോയതായ മാതൃക പിന്തുടരുകയും കർത്താവ് പിശാചിനോട് എങ്ങനെ എതിർത്തു നിന്നു എന്നുള്ളതിൽ നമുക്കും പങ്കാളികളാകുക എന്നുള്ളതായ ഒരു ദൗത്യമാണുള്ളത്. നാം പുതുതായി എന്തെങ്കിലും ചെയ്യണം എന്ന് വേദപുസ്തകമോ കർത്താവ് യേശു ക്രിസ്തുവോ നമ്മോട് ആവശ്യപ്പെടുന്നില്ല. കർത്താവ് ചെയ്തതിനെ നാം അംഗീകരിക്കുകയും ആ കർത്താവിലൂടെയുള്ളതായ വിജയം നമുക്ക് സ്വന്തമാക്കുവാൻ തക്കോണം കഴിയണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിലൂടെ നാം രക്ഷ പ്രാപിക്കുമ്പോൾ സാത്താനുള്ളതായ മറുപടി എന്തായിരിക്കും? സാത്താൻ വിചാരിക്കുന്നത്
ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലാണല്ലോ ദൈവം ഇത് ചെയ്തത്, ഇനി എനിക്ക് ഇതിന് മറുത്തൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് ആയിരിക്കും സാത്താൻ വിചാരിക്കുക. നമ്മൾ പറയുന്നതുപോലെ എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഈ രക്ഷയുടെ പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ചർച്ച നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങൾ ഇരുവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. കർത്താവിൽ പ്രിയ പ്രേക്ഷകരെ, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതായ ആ വൻ ത്യാഗം അത് നമ്മുടെ നിത്യരക്ഷയ്ക്കാണ് എന്ന് മനസ്സിലാക്കി ഈ വലിയ പോരാട്ടത്തിൽ ക്രിസ്തുവിനെ പിന്തുടരുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.